കണ്ണൂരിലേക്ക് പോവുകയാണ്. പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ചികിത്സാ പിഴവുണ്ടായെന്ന അച്ഛന്റെയും അമ്മയുടെയും ആരോപണം. 12 മണിക്ക് ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചെങ്കിലും 2 മണിക്ക് ശേഷമാണ് കാര്യമായ ചികിത്സ നൽകിയത്. ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നും കുടുംബത്തിന്റെ ആവശ്യമുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ളയുണ്ട് കണ്ണൂരിൽ നിന്ന്. മിഥുൻ, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. കാരണം ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിക്കുന്നു, അവിടെ കാര്യക്ഷമമായ ചികിത്സ കിട്ടുന്നില്ല. പക്ഷേ പിന്നീട് നൽകിയ ചികിത്സയാണെങ്കിൽ അനാവശ്യമായ ചികിത്സയായി പോയി. പിന്നീട് ആ 1.5 വയസ്സുകാരൻ മരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ കുടുംബം എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്, വിശദീകരിക്കുക മിഥുൻ. പ്രജിത്ത്, പയ്യന്നൂരിലെ 1.5 വയസ്സുകാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോലീസ് സംഘം അച്ഛൻ്റെയും അമ്മയുടെയും മൊഴി എടുത്തത്. ചികിത്സാ പിഴവ് ഉണ്ടായി എന്ന കാര്യം ഈ കുടുംബം ആവർത്തിച്ച് പറയുകയാണ്. 12 മണിക്കാണ് ഈ കുട്ടിയുടെ ചുണ്ടിലും താടിയിലും മുറിവുണ്ടായതുമായി ബന്ധപ്പെട്ട് ഇവർ ആശുപത്രിയിൽ എത്തുന്നത്. ആദ്യം കുട്ടി കളിക്കുന്നതിനിടയിൽ വീട്ടിൽ നിന്നാണ് വീണത്. ആ സമയത്ത് അവിടെ അവരുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു ആശുപത്രിയിൽ കാണിച്ചു. അവിടെ നിന്ന് മുറിവ് രക്തം നിൽക്കാത്തതിനെ തുടർന്ന് ഇവരെ പയ്യന്നൂർ ആശുപത്രിയിലേക്ക്, അതായത് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ 12 മണിക്ക് എത്തി. പക്ഷേ 2 മണിക്ക് മാത്രമാണ് ഈ കുഞ്ഞിന് ചികിത്സ നൽകിയത് എന്ന് പറയുന്നുണ്ട്. ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത്. കുട്ടിയുടെ ഒരു മാസം തികയാതെ പ്രസവിച്ചൊരു കുട്ടിയാണ്. ഏതാണ്ട് 8 വർഷത്തോളം കാത്തിരുന്നുണ്ടായ ഒരു കുഞ്ഞാണ്. സ്വാഭാവികമായി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ട്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതയായ അനസ്തേഷ്യോളജിസ്റ്റ് അഞ്ജലി പൊതുവാളിനെ അടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. മാത്രമല്ല ശിശുരോഗ വിദഗ്ധയെയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജനെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ഈ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്നടക്കം കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും ഗുരുതരമായ ചികിത്സാ പിഴവുണ്ടായി എന്നൊരു ആരോപണം തന്നെയാണ് ഇപ്പോൾ കുടുംബവും ഉന്നയിക്കുന്നത്. പ്രജിത്ത്.